അഗ്നിപുരാണം 218 മുതൽ 237 വരെയുള്ള അധ്യായങ്ങളിൽ പരാമർശിക്കുന്നത് രാജധർമ്മത്തെക്കുറിച്ചാണ്. അതിൽ 229 അധ്യായത്തിൽ പരാമർശിക്കുന്നത് സ്വപ്നത്തെക്കുറിച്ചാണ്. സ്വപ്നത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന സൂചനകളെക്കുറിച്ചാണ് സ്വപ്ന അധ്യായം എന്നാണ് പറയുന്നത്. പുഷ്കര വശിഷ്ഠ സംവാദമാണ് ആ ഒരു അധ്യായം. അതുപോലെ തന്നെ പരശുരാമൻ്റെ ഒരു കടന്നുവരവും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും പലതരത്തിലുള്ള സൂചനകൾ സ്വപ്നത്തിലൂടെ ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ആ അധ്യായം പറയുന്നത്. അതായത് ഒരാൾക്ക് മോശമായിട്ടുള്ള അനുഭവം വരുന്നതിന് മുൻപ് സ്വപ്നത്തിലൂടെ കിട്ടുന്ന ചില സൂചനകളും, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ്, അതായത് മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന സ്വപ്ന ദർശനങ്ങളും അല്ലെങ്കിൽ സൂചനകളുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല സൂചനകളെക്കുറിച്ച് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഒരാൾക്കുണ്ടാകുന്ന സ്വപ്നത്തിലൂടെ കിട്ടുന്ന സൂചനകളെക്കുറിച്ച് മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുള്ളൂ. മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഉണ്ടാകുന്ന സൂചനകളെക്കുറിച്ച് തൽക്കാലം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നില്ല, നോക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് എന്തൊക്കെ സൂചനകളാണ് സ്വപ്നത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് എന്ന് പരിശോധിക്കാം. ആ കിട്ടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തെ ശുഭസൂചനയായി സ്വപ്നത്തിൽ കാണുന്ന കാര്യം മാളിക മുകളേറുന്നത്, അതുപോലെ മരത്തിനു മുകളിലേറുന്നത്, കുന്നോ മലയോ ഏറുന്നത്. ഇത് നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് വലിയ വിജയം വരുന്നതിന് മുന്നോടിയായി നമ്മളെ കാട്ടിത്തരുന്ന, ദിവ്യമായ ശക്തി കാട്ടിത്തരുന്ന സ്വപ്നത്തിലെ സൂചനകളാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് മാളിക, ഒരു നല്ല മാളികയുടെ മുകളിലേറുന്നതായിട്ട് സ്വപ്നം കണ്ടാലും, മരത്തിന് മുകളിലേറുന്നത് സ്വപ്നം കണ്ടാലും, അതുപോലെ തന്നെയാണ് കുന്നോ മലയോ കയറുന്നത് സ്വപ്നം കണ്ടാലും വളരെ ശുഭമായതായിട്ടാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് അഗ്നിപുരാണത്തിൽ ഈ പ്രത്യേക അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഇനി അടുത്തതായി സ്വപ്നത്തിൽ നമ്മൾക്ക് കിട്ടുന്ന മറ്റു സൂചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന്, ഈ പറയാൻ പോകുന്ന മൃഗങ്ങൾക്ക് മുകളിലിരുന്ന് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. അതേതൊക്കെ മൃഗങ്ങളാണെന്ന് നോക്കാം. കുതിര, ആന, അതുപോലെ തന്നെ കാള. ഈ മേൽപ്പറഞ്ഞ 3 മൃഗങ്ങൾക്ക് മുകളിലിരുന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ, അതായത് ഒന്നെങ്കിൽ കുതിരയാകാം, അല്ലെങ്കിൽ ആനയാകാം, അല്ലെങ്കിൽ കാളയാകാം. ഈ മേൽപ്പറഞ്ഞ മൃഗങ്ങൾക്ക് മുകളിലിരുന്ന്, അതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്നതായി സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് ശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്ത സൂചനകൾ ചിലപ്പോൾ നമ്മൾക്ക് വിചിത്രമായി തോന്നിയേക്കാം, ഇതിങ്ങനെയാണോ എന്ന് സംശയിച്ചേക്കാം. പക്ഷേ അതും ശുഭസൂചന തന്നെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്വപ്നങ്ങളൊക്കെ കാണുമ്പോഴും അതും ശുഭസൂചനയായിട്ടാണ് പറയുന്നത്. നമ്മളുടെ വീടിന് അല്ലെങ്കിൽ ഗൃഹത്തിന് തീ പിടിച്ച് നശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് ശുഭസൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ തന്നെ കഴുത്തറ്റു പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാലും, കരയുന്നതായിട്ട് സ്വപ്നം കണ്ടാലും ശുഭസൂചനയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചിത്രമായി തോന്നിയേക്കാം, എങ്കിലും ഇത് സ്വപ്നം കണ്ടാലും, ഈ രീതിയിൽ സ്വപ്നം കണ്ടാലും അതും വളരെ നല്ല സൂചനയാണ്. വരും കാലത്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടും ഇത് കണക്കാക്കപ്പെടാറുണ്ട്. ഇനി ചില ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും സ്വപ്നത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ, അതായത് നമ്മളുടെ മുടി നരച്ചതായി നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ, നരച്ച മുടിയോടുകൂടി നമ്മളെ തന്നെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് വളരെ നല്ല സൂചനയായിട്ടും വരും കാലത്ത് നല്ലതായി സംഭവിക്കും, വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതായി സംഭവിക്കും എന്നുള്ളതാണ് അതിനർത്ഥമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ നാഭിയിൽ നിന്ന് വൃക്ഷം വളരുന്നതായിട്ട് അല്ലെങ്കിൽ മരം വളരുന്നതായിട്ട് സ്വപ്നം കണ്ടാലും, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ശിരസ്സുള്ളതായിട്ടും കൈകളുള്ളതായിട്ട് സ്വപ്നം കണ്ടാലും അതും ശുഭസൂചനയായിട്ടാണ് കരുതുന്നത്. അതായത് ഒരുപാട് ശിരസ് നമ്മൾക്കുള്ളതായി നമ്മൾ സ്വപ്നം കാണുന്നു, അതുപോലെ ഒരുപാട് കൈകൾ നമ്മൾക്കുള്ളതായി സ്വപ്നം കാണുന്നു. ഇതെല്ലാം ശുഭസൂചന തന്നെയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതെല്ലാം നല്ല കാലത്തിൻ്റെ പ്രതിനിധികളാണ്, നമ്മൾക്ക് സ്വപ്നത്തിലൂടെ ദർശനം നൽകുന്നതാണ്. ഇനി വരാൻ പോകുന്ന കാലം നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ചില നമ്മൾക്ക് ബോധ്യമുള്ള ചില സ്വപ്നങ്ങളുണ്ട്. അതായത് ഇങ്ങനെ സ്വപ്നം കണ്ടാൽ ഇത് തന്നെയായിരിക്കാം അതിൻ്റെ ഫലമെന്ന് നമ്മൾക്ക് ഊഹിക്കാൻ സാധിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ശത്രുക്കൾക്ക് മേൽ വിജയം നേടുന്നത്,
പകിടകളിയിൽ വിജയം നേടുന്നതായിട്ട് സ്വപ്നം കാണുക. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹം കിട്ടുന്നതായിട്ട് സ്വപ്നം കാണുക. അതുപോലെ ഭൂസ്വത്ത് ഉണ്ടാകുന്നതായിട്ടും ഭൂസ്വത്ത് വെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുക. അതായത് ഒരുപാട് ഭൂമി വെട്ടിപ്പിടിക്കുന്നതായിട്ട് സ്വപ്നം കാണുക. രാജകീയമായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ എത്തുന്നതായിട്ട് സ്വപ്നം കാണുക. ഈ മേൽ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ കണ്ടാൽ, അതായത് നമ്മൾ ശത്രുവിന് മേൽ വിജയം നേടുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ വിജയം നേടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, ഗുരുക്കന്മാരുടെയും അതുപോലെ തന്നെ ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുന്നതായി സ്വപ്നം കണ്ടാൽ, രാജകീയമായ പദവികളൊക്കെ നമ്മളെ തേടി എത്തുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, ഇതൊക്കെ ശുഭസൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇതിനപ്പുറം കുറച്ച് സൂചനകളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ സൂചനകളൊക്കെ നമ്മൾക്കറിയാം അതൊക്കെ നല്ലത് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മോശമായിരിക്കും, പക്ഷെ അതും നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും നല്ലത് സംഭവിക്കുന്നതിന് മുൻപുള്ളതാണ്. മോശം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നില്ല, അത് പറയാൻ ആഗ്രഹവുമില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇനി അടുത്ത ചില സ്വപ്നങ്ങളും കൂടെയുണ്ട്, അതും വളരെ രസകരമാണ് കേട്ടിരിക്കാൻ. ഫലങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ പഴങ്ങൾ നിറഞ്ഞ മരം, അതുപോലെ തന്നെ തെളിഞ്ഞ ആകാശം, തെളിഞ്ഞ വെള്ളം, ഇതെല്ലാം അല്ലെങ്കിൽ തെളിഞ്ഞ ജലം, ഇതെല്ലാം സ്വപ്നം കാണുന്നത് വളരെ ശുഭമായ സൂചനയായിട്ടാണ്. സ്വപ്നത്തിൽ ഇത് കണ്ടാൽ വളരെ ശുഭമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവയിൽ ഏതെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ കണ്ടാലും വളരെ നല്ല സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ചില മൃഗങ്ങളിൽ നിന്ന്, പശു, ആന അല്ലെങ്കിൽ സിംഹം എന്നുള്ള ഈ മൃഗങ്ങളിൽ നിന്ന്, ഈ മേൽപ്പറഞ്ഞ മൃഗങ്ങളിൽ നിന്ന് ക്ഷീരം സേവിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാലും വളരെ നല്ല സൂചനയായിട്ട് പറയുന്നു. ഇനി അവസാനമായി ചില സൂചനകൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതിലൊന്ന് എന്ന് പറയുന്നത്, കൊമ്പിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് പതിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സൂചനയാണ്. എങ്കിൽ ചന്ദ്രക്കലയിൽ നിന്ന്, ചന്ദ്രൻ്റെ കൊമ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് പതിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സൂചനയായിട്ടും രാജ്യം പോലും കിട്ടുന്ന സൂചനയായിട്ടുമാണ് പറയുന്നത്. അതായത് ഒരുപാട് സ്വത്തുക്കളും സമ്പാദ്യവും രാജകീയമായുള്ള അവസ്ഥയിലേക്കും എത്തിച്ചേരുമെന്നാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ സൂചന, അല്ലെങ്കിൽ അതാണ് നമ്മൾക്ക് നൽകുന്നത് എന്നാണ് പറയുന്നത്. കുടുംബത്തിന് ഒരുപാട് ഉയർച്ചയുണ്ടാകും. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ, അതൊന്ന് പശു, കാള, ആന, കുതിര എന്നിവയെ വെറുതെ സ്വപ്നത്തിൽ കണ്ടാലും, വെറുതെ ആ മൃഗങ്ങളെ സ്വപ്നത്തിൽ കണ്ടാലും വളരെ നല്ല ഫലം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും സ്വർണവും സ്വപ്നത്തിൽ കാണുന്നതും വളരെ ശുഭദായകമാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് വളരെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് സ്വപ്നത്തിലൂടെ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളൂ. എന്തിനാണ് വെറുതെ മോശം സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ വളരെ നല്ല സൂചനയായിട്ടാണ് പറയുന്നത്. ഇനി മോശ അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ മോശമായ സ്വപ്നത്തെക്കുറിച്ചും കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾക്ക് ആ 229 അധ്യായം അഗ്നിപുരാണത്തിലെ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് അതും മനസ്സിലാകുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഇങ്ങനെയും നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിശ്വസിക്കുന്ന ഒരുപാട് നമ്മളെപ്പോലുള്ള ഭക്തരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്, അല്ലെങ്കിൽ ഇതിലൊന്നും അത്രയ്ക്ക് വിശ്വാസമില്ലാത്തവരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ കേട്ടിരുന്നാൽ മതി, ഇതും ഒരു രസമല്ലേ. അതിനപ്പുറം ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ശുഭസൂചനകൾ വരുന്നതായിട്ടാണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും നിങ്ങളുടെ യുക്തിക്കും ഭക്തിക്കും അനുസരിച്ച് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. അഹോബിലം.